കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ന്യൂനപക്ഷമാണ്. പക്ഷേ ആ ചെറിയ ന്യൂനപക്ഷത്തിനേക്കാളും വളരെ ഗൗരവതരമായ അപകടകരമായ മുദ്രാവാക്യമാണ് അവർ ഉയർത്തുന്നത്. അത് ധ്രുവീകരണത്തിൻ്റെതാണ്. മുസ്ലിം രാജ്യം, മുസ്ലിം ലോകം, അതാണ് അവരുടെ ഉന്നം. ഇത് വർഗീയ ശക്തികളെ പരസ്പരം ശക്തിപ്പെടുത്തുന്ന ഒന്നാണ്. വർഗീയ ശക്തികൾ പരസ്പരം ഏറ്റുമുട്ടിയാൽ ഏതെങ്കിലും ഒന്ന് ജയിക്കുകയോ ഏതെങ്കിലും മറ്റൊന്ന് തോൽക്കുകയോ അല്ല ചെയ്യുക. വർഗീയ ശക്തികൾ പരസ്പരം ഏറ്റുമുട്ടുന്നത് തന്നെ പരസ്പരം ശക്തിപ്പെടാനാണ്. അങ്ങനെ പരസ്പരം ശക്തിപ്പെടുന്ന രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷാത്മകമായ സാഹചര്യം സൃഷ്ടിക്കാൻ പശ്ചാത്തലമൊരുക്കുന്ന ഒരു നിലപാടാണ് ഒരു ഭാഗത്ത് BJP ഉൾപ്പെടെയുള്ള സംഘപരിവാർ വിഭാഗവും മറുഭാഗത്ത് UDF ഉൾപ്പെടെ ചേർന്നുകൊണ്ടുള്ള ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള വർഗീയ കൂട്ടുകെട്ട്. ഈ രണ്ട് വർഗീയ കൂട്ടുകെട്ടുകൾക്കുമെതിരെ മതനിരപേക്ഷ ഉള്ളടക്കം ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ ജനാധിപത്യ ശക്തികളെയും എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും, നമുക്കറിയാം, വർഗീയത പ്രകടിപ്പിക്കുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളൊന്നുമല്ല. അവർ വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നവരാണ്. ഇവിടെയുള്ള ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും വലിയ ഒരു വിഭാഗം വിശ്വാസികളാണ്. ആ വിശ്വാസികളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രമേ വർഗീയതയെ ചെറുക്കുന്നതിന് വേണ്ടി സാധിക്കൂ. അതുകൊണ്ട് എല്ലാ മതവിഭാഗത്തിലും പെട്ട വിശ്വാസികളായ മനുഷ്യ സമൂഹത്തിൻ്റെ അകത്ത് കലുഷിതമായ അന്തരീക്ഷം സൃഷ്ടിച്ച് വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ശക്തികളെ ഒറ്റപ്പെടുത്താൻ വിശ്വാസികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ടേക്ക് പോകേണ്ടതുണ്ട്. ഈ തെരഞ്ഞെടുപ്പ്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, യഥാർത്ഥത്തിൽ അതുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതം ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗം മാത്രമായിട്ട് നിൽക്കുന്നതല്ല. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അതിനുശേഷം 2026 ഏപ്രിൽ മെയ് മാസം നടത്തേണ്ടുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും സ്വാധീനം ചെലുത്തുന്ന ഒന്നായിരിക്കും ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വിധി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് രാഷ്ട്രീയ പോരാട്ടം എന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്.